നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. നമ്മൾ പുതിയൊരു പ്ലേലിസ്റ്റ് തുടങ്ങുകയാണ്. ഈ പ്ലേലിസ്റ്റിൽ പ്രധാനമായിട്ടും മാക്രോ എക്കണോമിക്സ്, ജിയോ പൊളിറ്റിക്സ് ഈ 2 കാര്യങ്ങളിൽ വരുന്ന വീഡിയോസ് ആയിരിക്കും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ നമ്മളിത് എന്തുകൊണ്ട് ചെയ്യുന്നുന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഉള്ള ഒരാൾ, മാർക്കറ്റിനെ നിരന്തരം വാച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ സ്വന്തമായിട്ട് ട്രേഡ് എടുക്കുന്ന ഒരാൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, എക്കണോമിക്കലി രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്നിവയെപ്പറ്റി പറയുക എന്നുള്ളതാണ് ഈ ഒരു പ്ലേലിസ്റ്റിൻ്റെ അജണ്ട. എൻ്റെ പരിമിതമായ അറിവിൽ നിന്ന് ഉണ്ടാകുന്ന ഞാൻ നടത്തുന്ന അനുമാനങ്ങളും അല്ലെങ്കിൽ വിഷയങ്ങളും ഒക്കെയാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം അമേരിക്ക ഫസ്റ്റ് എന്ന പോളിസിയെ പറ്റിയാണ്. ഈ പോളിസി ഇപ്പോൾ ട്രംപ് രണ്ടാമത് വന്നു കഴിഞ്ഞപ്പോഴാണ് കൂടുതലായിട്ട് എല്ലാവരും അറിയാനിടയായത്. ഈ പോളിസിയെ പറ്റി നമ്മൾ ഇതിൻ്റെ ഹിസ്റ്ററിയെ പറ്റി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ കാര്യങ്ങളിലേക്ക് വരാം. ഇങ്ങനെ ഒരു പോളിസി 1850കളിൽ അമേരിക്കയിൽ ഉണ്ടായൊരു പോളിസിയാണ്. ഈ പോളിസി മൂലം ആദ്യകാലങ്ങളിൽ ഇത് റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടി ഈ രണ്ട് പാർട്ടികളും ഇത് ഇങ്ങനെ ഒരു പോളിസി ഉപയോഗിച്ചിരുന്നു. പിന്നീട് 1916-17 കാലഘട്ടത്തിൽ, അതായത് ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ്, നമ്മുടെ അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന വുഡ്രോ വിൽസൺ, അദ്ദേഹമാണ് ഈ ഒരു ഇതൊരു ടാഗ് ലൈൻ ആയിട്ട് അന്നത്തെ റിപ്പബ്ലിക്കൻ പാർട്ടി അത് അവതരിപ്പിച്ചത്. അപ്പൊ ഇത് നമ്മൾ പേര് കേൾക്കുന്ന പോലെ തന്നെ വളരെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുമ്പോൾ പുട്ടിങ് അമേരിക്ക ഫസ്റ്റ് എബോ ഓൾ എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം. മറ്റെല്ലാ രാജ്യങ്ങളെക്കാളും മറ്റെന്ത് താല്പര്യങ്ങളെക്കാളും അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുക എന്ന ഒരു പോളിസിയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് ഫസ്റ്റ് വേൾഡ് വാറിന്റെ സമയത്ത് നിങ്ങൾക്കറിയാം, നമ്മൾ ഹിസ്റ്ററി പഠിച്ചപ്പോൾ നമുക്കറിയാം, ഫസ്റ്റ് വേൾഡ് വാറിൽ അമേരിക്ക ഇൻവോൾവ് അല്ല. അപ്പോൾ അതിന്റെ കാരണം അന്ന് ഇങ്ങനെ ഒരു പോളിസി അമേരിക്കയിൽ ചർച്ചയാവുകയും നമുക്ക് ഇതിൽ ഈ ഫസ്റ്റ് വേൾഡ് വാറിൽ ഇടപെടേണ്ട കാര്യമില്ല, അത് നമ്മുടെ കാര്യമല്ല, നമുക്ക് നമ്മുടെ കാര്യം നോക്കി മുമ്പോട്ട് പോകാമെന്ന് അമേരിക്ക തീരുമാനിക്കുകയും അവർ ഫസ്റ്റ് വേൾഡ് വാറിൽ ഇൻവോൾവ് ആയില്ല എന്നതാണ് ചരിത്രം. പിന്നീട് സെക്കൻഡ് വേൾഡ് വാർ വന്നപ്പോൾ വീണ്ടും ഇങ്ങനെ ചർച്ചയുണ്ടായി. പക്ഷെ അന്നത്തെ സാഹചര്യം വെച്ചിട്ട് അന്ന് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഇതേപോലെ അമേരിക്ക ഫസ്റ്റ് എന്ന പോളിസി നമുക്ക് കൊണ്ടുവരണം, അമേരിക്ക യുദ്ധത്തിൽ ഇടപെടേണ്ട കാര്യമില്ല എന്നൊക്കെ അന്നും ചർച്ച ചെയ്തിരുന്നു. പക്ഷേ അന്നത്തെ സാഹചര്യം വെച്ചിട്ട് അമേരിക്ക യുദ്ധത്തിന് ഇറങ്ങുകയാണ് ഉണ്ടായത്. പിന്നീട് രണ്ടാമത്തെ വേൾഡ് വാർ കഴിഞ്ഞപ്പോൾ, അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ഒരു പോളിസിയെ പറ്റി യാതൊരു ചർച്ചകളോ അതിനെപ്പറ്റിയുള്ള യാതൊരു വിധമായ നീക്കങ്ങളും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് പിന്നീട് ഉണ്ടായിട്ടില്ല. ഇത് പൊടിതട്ടിയെടുക്കുന്നത് 2016 ട്രംപ് വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിന്റെ ക്യാമ്പയിന് വേണ്ടിയാണ് അമേരിക്ക ഫസ്റ്റ് എന്ന പോളിസി അവർ വീണ്ടും ഉപയോഗിച്ചു തുടങ്ങിയത്. ഇത് നമ്മുടെ 2001 കാലഘട്ടങ്ങളിൽ നമ്മുടെ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്ന വാജ്പേയി ഇന്ത്യ ഷൈനിങ് എന്ന ടാഗ് ലൈൻ കൊണ്ടുവന്നത് പോലെ നമ്മുടെ പിണറായി സർക്കാർ LDF വരും, എല്ലാം ശരിയാകും എന്ന ടാഗ് ലൈൻ പോലെ അമേരിക്കയിൽ റിപ്പബ്ലിക്കൻ പാർട്ടി ഇപ്പോൾ കഴിഞ്ഞ ഒരു 8-10 വർഷമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടാഗ് ലൈൻ ആണ്. നമ്മൾ ഈ രണ്ട് പാർട്ടികളെയും, റിപ്പബ്ലിക്കൻ പാർട്ടി നോക്കുകയാണെങ്കിൽ അവരൊരു ഫാർ റൈറ്റ് മൂവ്മെന്റിലേക്ക് പോവുകയാണ്. അതായത് കൂടുതൽ നാഷണലിസം, നമ്മുടെ ഇന്ത്യയിൽ മോദി ഗവൺമെന്റ് ചെയ്യുന്ന പോലെ ജനങ്ങളുടെ ഒരു അമേരിക്കൻ വികാരം ഇങ്ങനെ ഉണർത്തി പാട്രിയോട്ടിസം, നാഷണലിസം ഈ രണ്ട് അജണ്ടകളിലാണ് അവർ മുമ്പോട്ട് പോകുന്നത്. ഒരു ഫാർ റൈറ്റ് പാർട്ടിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് റിപ്പബ്ലിക്കൻ. അതേസമയം ഡെമോക്രാറ്റ്സ് ആണെങ്കിൽ ഒരു ഫാർ ലെഫ്റ്റ്, അതിഭീകരമായിട്ട് ഇമിഗ്രേഷൻ സപ്പോർട്ട് ചെയ്യുക, ബോർഡേഴ്സ് വെറുതെ ഇങ്ങനെ തുറന്നു കൊടുക്കുക, അങ്ങനെ ഒരു ഫാർ ലെഫ്റ്റ്, ഒരു അതിഭീകരമായ വിധം ലിബറലായ ഒരു പാർട്ടിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഡെമോക്രാറ്റ്സ്. അപ്പം ഇതിന്റെ ഇടയ്ക്കാണ് നമ്മൾ ഈ ഒരു അമേരിക്ക ഫസ്റ്റ് എന്ന പോളിസിയുടെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടത്. ട്രംപ് ആദ്യ 4 വർഷം ഭരിച്ചപ്പോൾ ഈ അമേരിക്ക ഫസ്റ്റ് എന്ന പോളിസിയുടെ ഇനിഷ്യൽ കുറെ അവരുടെ ഐഡിയാസ് ഒക്കെ അവർ കൊണ്ടുവന്നിരുന്നു. പക്ഷേ പിന്നീട് ബൈഡൻ വന്നപ്പോൾ ഈ അമേരിക്ക ഫസ്റ്റ് എന്ന പോളിസി അവർ സ്ക്രാപ്പ് ചെയ്യാണ് ഉണ്ടായത്. വീണ്ടും ഇപ്പോൾ ട്രംപ് അധികാരത്തിലേക്ക് വരുമ്പോൾ അവർ വളരെ ശക്തമായിട്ട് അമേരിക്ക ഫസ്റ്റ് എന്ന പോളിസി അവർ പൊടിതട്ടിയെടുക്കുകയാണ്. അവർ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ബോർഡേഴ്സ്, മെക്സിക്കോയുമായിട്ടുള്ള ബോർഡേഴ്സ് ഒക്കെ സെക്യൂർ ചെയ്യുക. രണ്ടാമതായിട്ട് മാനുഫാക്ചറിങ്, ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അവർ തകർന്നു കിടക്കുന്ന അവരുടെ മാനുഫാക്ചറിങ് മേഖല അവർ ഒന്നുകൂടി പൊടിതട്ടി എടുക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് പ്രധാനമായിട്ട് അവർ ടാർഗറ്റ് ചെയ്യുന്നത് ചൈനയാണ് അമേരിക്കയിലേക്ക് ഏറ്റവും അധികം കാര്യങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പം അമേരിക്ക എത്രത്തോളം എക്സ്പോർട്ട് കുറയ്ക്കുന്നോ അത്രത്തോളം ഇമ്പാക്റ്റ് ചൈനയ്ക്ക് ഉണ്ടാകും.
അതേപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങളും, ഇന്ത്യ അടക്കമുള്ള മറ്റുള്ള രാജ്യങ്ങളും. അപ്പോൾ ഈ പോളിസി ശക്തമാകുന്നതനുസരിച്ച് അമേരിക്കയിലെ ആഭ്യന്തര വിപണി ശക്തിപ്പെടും എന്നുള്ള ഒരു തോട്ട് പ്രോസസ് ഉണ്ടായത് കൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യയിൽ നിന്നും കൂടുതൽ ഫണ്ടുകൾ, ഇന്ത്യയിൽ നിന്നും എമർജിംഗ് മാർക്കറ്റ്സിൽ നിന്നും ഒക്കെ ഒത്തിരിയേറെ ഫണ്ടുകൾ ഇപ്പോൾ തിരിച്ച് അമേരിക്കയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാരണം അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അവരുടെ സ്വന്തം മണി അവരുടെ രാജ്യത്ത് ചെലവഴിക്കുന്ന പോലെയാകും. അപ്പോൾ പുറത്തുള്ള രാജ്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ ആ പണം തിരിച്ച് അമേരിക്കയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഒരു പ്രവണതയാണ് കഴിഞ്ഞ 1-2 മാസമായിട്ട് ഇന്ത്യൻ വിപണിയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നിന്നൊക്കെ നമ്മൾ ഈ പണം പോകുന്നത് എങ്ങോട്ടാണെന്നൊരു ചോദ്യം വരാം. ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് അവർ 1.5 ലക്ഷം കോടിയോളം പണം അവർ ഓൾറെഡി സെല്ല് ചെയ്ത് കഴിഞ്ഞു. ഈ പണമൊക്കെ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ അതിൻ്റെയും കൂടെ ഒരു ഉത്തരമാണിത്. അമേരിക്കൻ ഇൻവെസ്റ്റേഴ്സ് ബേസിക്കലി പണം പിൻവലിക്കുന്നത് അവരുടെ ആഭ്യന്തര വിപണിയിൽ അവരുടെ മാനുഫാക്ചറിങ് കമ്പനികൾക്ക് വേണ്ടിയും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഈ പണം പിൻവലിക്കുന്നത്. അപ്പോൾ ഈ പോളിസി നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു പോളിസിയാണ്. ഇത് കൂടുതൽ ശക്തമായാൽ അത് നമുക്കും ദോഷം ചെയ്യും. അവർ ഈ എക്സ്പോർട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ കസ്റ്റംസ് ഡ്യൂട്ടിയും ഒക്കെ കൂട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കമ്പനികളുടെ പ്രോഫിറ്റ് ആയിരിക്കും കുറയുക. ഇത് പ്രധാനമായിട്ടും ചൈനയാണ് അഫക്റ്റ് ചെയ്യുന്നതെങ്കിലും കുറേയൊക്കെ ഇത് എത്രത്തോളം സ്ട്രിക്റ്റ് ആകുന്നു എന്നതനുസരിച്ച് ഈ പോളിസി നമ്മളെയും ബാധിക്കാനിടയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മൾ ടാഗ് ലൈൻ കഴിഞ്ഞിരിക്കുകയാണ്. അമേരിക്ക ഫസ്റ്റ് എന്ന പോളിസിയെ പറ്റി നിങ്ങൾക്കൊരു ഏകദേശം ഐഡിയ കിട്ടി കാണും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബൈ, താങ്ക് യു.